ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ഹോസ്പിറ്റൽ കേസും പിന്നെ ഇടയ്ക്കൊരു മടിയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. രാവിലെ തന്നെ ഞാൻ കുളിച്ച് കയറി, തുണിയൊക്കെ കഴുകി കുളിച്ച് കയറി, പിന്നെ ഇക്കാക്ക് രാവിലെ തന്നെ പോകണമായിരുന്നു. അപ്പം ഞാൻ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ആദ്യം അടുക്കള ഒതുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ടൈം ലാപ്സിലിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ദോശമാവൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കലക്കി വെക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തിക്ക് വെള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെന്തോ ഞാൻ പറയാൻ വന്ന നമുക്ക് 3 ദോശക്കല്ലുണ്ട്. ഇതിൽ പരത്തിയാലേ പക്ഷേ നന്നായിട്ട് ഇപ്പോൾ വരത്തുള്ളൂ. അതിന് മുന്നേ വേറൊരെണ്ണത്തിൽ പരത്തിയാലേ വരത്തുള്ളൂ. ഇതിൽ വരത്തില്ലായിരുന്നു. ഇപ്പോൾ ഇതിൽ പരത്തിയാൽ വരും. പിന്നെ ഒരെണ്ണമുണ്ട്, പുതിയതാണ് അത്, നോൺ സ്റ്റിക്കിൻ്റെ. അത് ഇതുവരെ എണ്ണ ഒഴിക്കാതെ എണ്ണ ഒഴിച്ചു പരത്തിയിട്ടൊന്നും വരുന്നില്ല. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ദോശയും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങയും ചേർക്കുന്നുണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി. ഇക്കാക്ക് പോകണമായിരുന്നു. അപ്പം ഞാൻ എണ്ണീറ്റപ്പോൾ കുഴപ്പമില്ലായിരുന്നു, സിയാമോൾ എണ്ണീറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ കുളിച്ച് കയറിയപ്പോൾ സിയാമോൾ എണ്ണീറ്റ്. പിന്നെ സിയാമോൾ ഉറക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഒന്നും കൂടെ സമയം പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇത്തി പാത്രം കഴുകുന്നുണ്ട്. പിന്നെ ചോറും വെച്ച്, ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ ചോറും വെക്കാൻ കുക്കറി വെച്ച്. പിന്നെ ഇക്ക എണ്ണീറ്റ് ഇക്ക പല്ലേച്ച് കുളിക്കാൻ വേണ്ടി പോയി പാത്രമൊക്കെ കഴുകി പെരയൊക്കെ തൂത്ത് നമ്മുടെ ജോലി പകുതിയോളം കഴിഞ്ഞു. പിന്നെ ഇക്കയുടെ കൂടെ ഞാൻ രാവിലെ ഇക്ക ദോശ കഴിക്കുമ്പോൾ എനിക്കും വാരിത്തരും കേട്ടോ. 2-3 പിടിയാണെങ്കിലും വാരിത്തരുവേ. ഞാൻ കഴിക്കാതെ ഇക്ക കഴിച്ചില്ലെങ്കിലേ ഇക്കൊരു മനസ്സമാധാനം പറ്റില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് ഇതിൻ്റെ പേരൊന്നും ഇട്ടല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ നമ്മൾ രാവിലെ ഈ മ്യൂസിലിയില്ലേ അത് കഴിക്കും, രാവിലെയും രാത്രിയായിട്ട് കഴിക്കും. ഡയറ്റാണെന്നൊക്കെയാണ്, പക്ഷേ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം കുറച്ച് ഇതിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇക്ക പോകാനായിട്ട് റെഡിയായി പോകാനൊരുങ്ങി ഇറങ്ങിയായിരുന്നു. സിയാമോൾ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ മുറി ഒതുക്കാമെന്ന്. അപ്പം കട്ടിലൊതുക്കിയപ്പോഴേ ആളെണീറ്റ്. അപ്പോൾ പിന്നെ ചില സമയത്ത് നേരത്തെ പെട്ടെന്ന് എണീറ്റ് വരുവേ. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ മടി പിടിച്ചിങ്ങനെ കിടക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ എണിപ്പിക്കാൻ വേണ്ടി കുറച്ച് ശ്രമിച്ചു. പിന്നെ സിയാമോളെ എണ്ണിപ്പിച്ച് പല്ല് തേച്ച് ദോശയൊക്കെ കൊടുത്ത്, ദോശ തന്നെയാണ് തിന്നുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ വിളിക്കും വാരി തരാനൊക്കെ പറയും. നമ്മൾ ചോദിക്കും വാരി തരണമെന്ന്, അപ്പം ഇടയ്ക്ക് വിളിക്കും കേട്ടോ. പിന്നെ കഴിച്ച് കഴിഞ്ഞപ്പം കുളിപ്പിച്ച് കയറ്റിയാൽ ഫുള്ള് തോർത്താൻ സമ്മതിക്കത്തില്ല. പിന്നെ നമ്മൾ പിടിച്ച് ഇതാക്കി തോർക്കണം. പിന്നെ അവിടെ ഒരു കളിയും ചിരിയൊക്കെ വന്നിട്ടേ ഉടുപ്പിടിപ്പിക്കത്തുള്ളൂ. പെട്ടെന്ന് ഉടുപ്പിടിപ്പിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മൾ ആ കളിക്കത്ത് നിൽക്കുമല്ലോ, അങ്ങനെയല്ലേ. പിന്നെ ഇതാണ് ഇന്നത്തെ കളി. നമ്മൾ ഹോമിയോയും കൊടുക്കും, മറ്റേതും കൊടുക്കുമായിരുന്നു. ഹോമിയോ ആയിരുന്നു ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് മാറാനുള്ളൊരിത് നമ്മൾ ഇംഗ്ലീഷ് മരുന്നാണല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് ഭയങ്കര മടിയാണ് കുടിക്കാൻ. പക്ഷേ ഹോമിയോ എൻ്റെ പൊന്നെ ഇങ്ങോട്ടും ചോദിക്കും. 2 മണിക്കൂർ ഇടവിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ കഴിച്ച് 1 മിനിറ്റ് ആവുന്നതിന് മുന്നേ ചോദിക്കും, ഉമ്മി ഗുളിക. ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേ പൗഡർ ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം ഇപ്പം സിയാമോൾക്ക് പൗഡർ ഇടാൻ പറ്റത്തില്ല. പൗഡർ അലർജിയൊക്കെയാണ്. ഈ കൊതു കുത്തുമ്പോൾ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളുമാണ്. കൊതു കുത്തുമ്പോൾ സാധാരണ നല്ല ചൊറിച്ചിലാണ്, പക്ഷേ സിയാമോയുടെ സ്കിന്നിന് ഒന്നും കൂടെ ചൊറിച്ചിലാവും, നല്ല പാട് വരും. പിന്നെ പൗഡർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പല സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സെബാമെഡ് ഇപ്പോൾ യൂസ് ചെയ്യിക്കുന്നത്. അപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് സിയാമോൾക്ക്. അപ്പം നമ്മളതനുസരിച്ചാണ് നിൽക്കുന്നത്. പിന്നെ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഇതെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് വെച്ച് കളിച്ചപ്പം ഞാനെന്നാൽ ഇവിടെ ഒന്നും കൂടെ ഫുള്ളായിട്ട് ഒതുക്കി കഴിഞ്ഞിട്ടില്ലായിരുന്നു, തൂക്കമൊക്കെ വേണമായിരുന്നു. അപ്പം ഞാൻ പാട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പം പാട്ടിടുന്നതൊന്നും കാണിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫോണേ ഉള്ളല്ലോ. അപ്പോൾ ഈ ഫോണിൽ നിന്ന് ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒതുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഞാൻ എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടാണ് ഒതുക്കുന്നത്. അതൊക്കെ ഒതുക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരാളെല്ലാം വലിച്ച് വാരിയാക്കിയിട്ട് പിന്നെ എന്നോട് മമ്മമ്മൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം മമ്മമ്മൊക്കെ കൊടുത്ത് പിന്നെ ഈ സാമൂനുമായിട്ട് പുറത്ത് കളിക്കാനിറങ്ങി. ഇനി കുറച്ച് ഞങ്ങളുടെ കളി സമയമാണ്. അപ്പം എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ് ഉമ്മി ഉറുമ്പ് കളിക്കാം, പിന്നെ വേറെന്തോ എൻ്റെ ഉമ്മച്ചി പഠിപ്പിച്ച് കൊടുത്തേ അത് കളിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞങ്ങളുടെ ടൈമായിരുന്നു. പിന്നെ ഉച്ചക്കൊന്ന് കഞ്ഞി കൊടുത്തതാണ്, അതാണ് ഈ കാണുന്നത്. കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ഉച്ചക്കപ്പോൾ കഞ്ഞി മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കഞ്ഞി കൊടുത്തപ്പോൾ ഫുള്ള് ആക്കി ഇട്ട് പോയി. ആൾ കൈ കഴുകിയൊക്കെ കയറി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ക്രാഫ്റ്റ് പേജും ഉണ്ട്.
യൂട്യൂബും ഉണ്ട്. അപ്പം ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒന്ന് പുറത്തിറങ്ങി കളിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളെല്ലാം അതിൻ്റെ ഇടയ്ക്ക് തുണി എടുക്കണമായിരുന്നു എനിക്ക്. തുണി ഉണങ്ങിയതല്ല, വെയിലത്ത് കിടക്കാത്തത് വെയിലത്തോട്ട് ഇടാൻ വേണ്ടി പോകണമായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ എപ്പോൾ പുറത്തിറങ്ങുന്നോ അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങണം. പക്ഷേ ചെരുപ്പൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ആ ഷട്ടി അവിടെ തന്നെ നിന്ന്. ഞാൻ പിന്നെ വെയിലത്തോട്ട് എടുത്തിട്ട് ഉണങ്ങിയ തുണി എടുക്കുകയും ചെയ്തപ്പോൾ ക്ലിപ്പ് കിട്ടിയായിരുന്നു. പിന്നെ ക്ലിപ്പൊക്കെ അത് വയലിലൊക്കെ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോൾ ഇക്ക വന്നപ്പം കറി മോരും അച്ചാറും ഉള്ളായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു എന്നാൽ മുട്ടയും കൂടെ മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സ്പെഷ്യൽ മുട്ട പൊരിച്ചത് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പം ഇക്കയും ഞാനും കൂടെയാണ് കടയിൽ പോകണം, നമ്മുടെ തൊട്ടടുത്തുള്ള കടയാണ്. അപ്പം വാപ്പിയും സിയാമോളും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. സിയാമോളെ വിളിച്ചപ്പോൾ സിയാമോൾ വന്നില്ല, വാപ്പിയുടെ കൂടെ ഇരുന്ന് ചോറ് കഴിക്കുകയായിരുന്നു. അപ്പം വന്നില്ല, പിന്നെ ഞങ്ങൾ ഇറങ്ങിയിച്ച്. മുട്ടയൊക്കെ മേടിക്കാൻ പോയപ്പം എൻ്റെ അവിടെ കപ്പലണ്ടി, പരിപ്പ്, പിന്നെ വേറെ കടല, അതൊക്കെ മറ്റേ പാക്കറ്റ് ഇട്ടൊക്കെ കഴിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് അത് മേടിച്ച്. പിന്നെ എൻ്റെ സ്പെഷ്യൽ മുട്ട പൊരിച്ചത് ഞാൻ നിങ്ങൾക്ക് റെസിപ്പി പറഞ്ഞുതരാം, ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞുതരാം, വേറെ വീഡിയോ ഒന്നും ആക്കുന്നില്ല. ആദ്യം നമ്മൾ സവാള അരിയും, കുനുകുനാന്നരിയും. എന്നിട്ട് നമ്മളത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടണമെന്നില്ല, നല്ല മല്ലിപ്പൊടി വേണ്ട, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുവേ. ഉപ്പ് ഇടണേ. പിന്നെ നമ്മൾ മുട്ടയിലും കുറച്ച് സവാള ഇട്ടിട്ട് മുട്ട അടിച്ചെടുക്കുമല്ലോ ഓംലേറ്റിന് വേണ്ടി, അത് അടിച്ചെടുത്തിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഇതാക്കിയിട്ട് ഇത് ഒഴിച്ച് പിന്നെ ഇത് കുറച്ച് കട്ടി വേണം കേട്ടോ, കട്ടിയില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ആദ്യത്തെ 2-3 വട്ടം എൻ്റെ പൊട്ടത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ ഉണ്ടാക്കാൻ കോൺഫിഡൻസ് ആയപ്പോൾ പിന്നെ അത് പൊട്ടാൻ തുടങ്ങി. പിന്നെ നമുക്ക് പൊട്ടിയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ 3 പേരും കൂടെ ചോറ് കഴിക്കാനിരുന്നു. അപ്പം ഇക്കയാണ് എനിക്ക് ഉച്ചക്ക് വാരിത്തറ, രാത്രിയും ഉച്ചക്കും ഇക്ക വാരിത്തറ, രാവിലെയും വാരിത്തരും. പക്ഷേ രാവിലെ ഞാൻ രണ്ടാമത് പിന്നെയും കഴിക്കും. ഇക്കയുടെ ഷെയറാണ് എനിക്ക് തരുന്നത്. അപ്പോൾ പിന്നെ ഇതാണ് എൻ്റെ മുട്ട, നല്ല സൂപ്പർ ടേസ്റ്റ്. നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, ഇതിനകത്ത് തന്നെ മസാല എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞ് ഇക്ക പോയി. പിന്നെ സിയാമോളെ ഉറക്കിയപ്പം പിന്നെ ഉച്ചക്കും മറ്റേ പാല് കുറച്ചൊക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ കഴുകാം. ഉച്ച ഒരു 2:45-3 മണിയൊക്കെ ആയി തോന്നുന്നു കേട്ടോ, ഞാൻ ഈ പാത്രമൊക്കെ കഴുകാൻ പോയപ്പോൾ. അപ്പോൾ ഞാൻ തന്നാൽ എല്ലാം വൈകിട്ടത്തെ ജോലിയും കൂടെ കഴിഞ്ഞിട്ട് കയറിയേക്കാണ്. അങ്ങനെ പാത്രമൊക്കെ കഴുകാമെന്ന് വിചാരിച്ച് അങ്ങനെ പാത്രം കഴുകുന്നതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടോ, കൊള്ളാവോ? അങ്ങനെ പാത്രം കഴുകി അത് കഴിഞ്ഞ് നമ്മൾ മുറ്റവും കൂടെ തൂത്തേക്കാണ്. മുറ്റം തൂത്ത് പിന്നെ വെള്ളം എടുത്ത് ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് അത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, കണ്ടോണേ. ഉണ്ട്. അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ സിയാമോൾ എണീറ്റ്. പിന്നെ സിയാമോൾക്ക് സൈക്കിൾ ഓട്ടണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇസാമ സൈക്കിൾ ഓട്ടുന്നുണ്ട്, സിയാമോൾക്ക് സൈക്കിൾ ഓട്ടണം. അങ്ങനെ സൈക്കിൾ ഇറക്കി കൊടുത്തു. പക്ഷേ ഒരു റൗണ്ട് ഇങ്ങനെ ചവിട്ടി വരുമ്പോഴത്തേക്കും മാറ്റി അവിടെ പോയിട്ട് അവിടുത്തെ കല്ലിൽ മാറിയിരിക്കുവേ. അതാണ് ഇപ്പോഴത്തെ പണി. സൈക്കിൾ ചവിട്ടത്തില്ല, ചുമ്മാ സൈക്കിൾ കാണാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോൾ ചിക്കൻ മേടിക്കണമായിരുന്നു. അപ്പം എന്നോട് ഉച്ചക്ക് പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് മടിയായിരുന്നു, ഉച്ചക്ക് വെയിലത്തൊക്കെ പോകണ്ടേ. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് സിയാമോൾ സൈക്കിൾ ഓട്ടില്ല. അപ്പം ഞാൻ തുടക്കാമെന്ന് വിചാരിച്ചു. 2-3 ദിവസമായി തുടച്ചിട്ട്. അപ്പോൾ മുറി ഒക്കെ തുടച്ച് വൃത്തിയാക്കി. വൈകിട്ടും ഒരു ഒതുക്കലുണ്ട്, രാവിലെ ഒരു ഒതുക്കലുണ്ട്. ഇവിടെ ചുമ്മാ തൂക്കല. ഞാൻ മുറി 3 വട്ടമെങ്കിലും മിനിമം തൂക്കും. പിന്നെ തുടച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കുകയും ചെയ്യണമായിരുന്നു. കുറച്ച് തുണിയും കൂടെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തുണി കഴുകണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തലേന്ന് വൈകിട്ട് ഇപ്പം തുണി കഴുകും, കുളിക്കുമ്പോൾ തന്നെ കുളി കഴിയും. പിന്നെ സിയാമോളെ മേലേൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി ചിക്കൻ മേടിക്കാൻ ചെന്നു. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് ചിക്കൻ മേടിക്കാൻ പോണത്. അപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്ക് നടന്നു പോകാനുള്ളതായിരുന്നു. വൈകിട്ടാകുമ്പോൾ വെയിൽ കൊള്ളണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് ഇറങ്ങിയത്. നമ്മൾ ചിക്കൻ മേടിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ആ ടൈമിലാണ് മഗ്‌രിബിൻ്റെ ബാങ്ക് വിളിച്ചത്. അപ്പം ബാങ്ക് വിളിച്ചപ്പോൾ ആ ടൈമിൽ കോഴീനെ മുറിക്കാൻ നിന്നില്ല, ബാങ്ക് വിളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് മുറിക്കാൻ. അപ്പോൾ കുറച്ചുകൂടെ താമസിച്ചു പോയി. പിന്നെ സിയാമോൾ ഇടയ്ക്ക് വെച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എടുക്കണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ എന്തോ എടുക്കണമായിരുന്നു. പിന്നെ ഞാൻ സവാളയൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ കടയിലും കൂടെ കയറിയിട്ടാണ് വന്നത്. അപ്പം ചിക്കൻ പൊരിച്ചാണ് കറി വെക്കുന്നത്. പൊരിച്ച കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ
വീഡിയോ ആയിട്ടിടാവേ. അപ്പം ഞാനാണെങ്കിലേ എനിക്ക് സംസാരിക്കുന്ന ഇത് ഞാൻ എഴുതി വെച്ച ഒരു സ്ക്രിപ്റ്റഡും അല്ല. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് ആകാറായി. നമ്മൾ അധികം ചാറില്ലാതെ എന്നാലും കുറച്ച് ചാറുമായിട്ടാണ് വെക്കുന്നത്. കുഴപ്പമില്ല, നല്ല നല്ല ടേസ്റ്റ്. ഇക്ക പറഞ്ഞ് നല്ല ടേസ്റ്റാണത്, അത് മതി എനിക്ക്. ഞാനപ്പോൾ കുറച്ച് പൊങ്ങി. ഞാനിപ്പോൾ 3ാമത്തെ വട്ടം ചിക്കൻ വെച്ചപ്പോൾ ഞാൻ കുറച്ച് പൊങ്ങിപ്പോയി. ചിക്കൻ കറി കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്ത് പോകാൻ റെഡിയാകുമായിരുന്നു. ഒന്നും റെഡിയാവാനൊന്നുമില്ല, നമ്മൾ റോഡിൽ ചുമ്മാ കറങ്ങാൻ വേണ്ടി പോവായിരുന്നു. ചോറൊക്കെ കഴിച്ചിട്ടാണേ പോണത്. ചോറ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ സിയാമോക്കൊന്ന് ഉടുപ്പ് മാറിയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ചുമ്മാ ഒന്ന് പോയതാണ്, ഒരു റൗണ്ട് അടിക്കാൻ പോയതാണ്. പക്ഷേ എപ്പോഴും പോകുന്നതിനെക്കാട്ടി കൂടുതൽ ഡിസ്റ്റൻസ് പോയെന്ന് വെച്ചാൽ ആദ്യം എണ്ണ അടിച്ചിട്ടാണ് പോയത്. സത്യം പറഞ്ഞാലേ പണ്ടത്തെ പോലെയൊന്നും ഇപ്പം ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത്. അപ്പം നിങ്ങൾ പണ്ടത്തെ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അത്രയും നല്ലതായിരുന്നായിരിക്കും. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് വാല്യൂ ഉണ്ട്, അതിൻ്റേതായ വാല്യൂ ഉണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സബ്സ്ക്രൈബ് ആയിരുന്നപ്പോൾ പോലും നല്ല സന്തോഷമുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് ഇപ്പം 11K സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷം. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു. ഇതുവഴി നേരെ നമ്മൾ വീട്ടിലോട്ടാണ് പോണത്. അപ്പോൾ ഈ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഏത് ടൈപ്പ് വീഡിയോ വേണമെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആ ടൈപ്പ് ഞങ്ങൾക്ക് പറ്റുന്നത് ചെയ്യും ഇൻഷാ അള്ളാ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.